Good afternoon, students. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 8th ചാപ്റ്ററാണ് ജോയിനിങ് പാർട്സ്. അതിൽ നമ്മൾ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ്, അതിന് ഒരു ഫ്രാക്ഷനെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്ന് പല ലെവലിലോട്ട് മാറ്റാൻ പറ്റും. എങ്ങനെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്ത് നമുക്ക് വേറെ മോഡൽ ഫ്രാക്ഷനിലേക്ക് വിവിധ തരം ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു വലിയ ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ കിട്ടാൻ വേണ്ടി അതിൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വന്നാൽ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫോം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇനി കുറച്ച് പ്രോബ്ലംസാണ് പഠിക്കാനുള്ളത്. അതിൽ നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 3/5 = -/30 എന്ന് എഴുതിയിട്ട്. ഓക്കെ, 3/5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷെ =-/30 ആണ്. അതിൽ നമ്മൾ ഡിനോമിനേറ്റർ നോക്കുക. ഇവിടെ 30 ആണ്. 5 എന്ന് പറയുന്നത് 30 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് 30 ആയത്? ×6 ചെയ്തപ്പോൾ 5 × 6 ചെയ്താൽ 30 ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 6 ചെയ്തപ്പോൾ ന്യൂമറേറ്ററിലും ×6 ചെയ്യണം. അപ്പോൾ നമുക്ക് 3 × 6 18 ആവും. അപ്പോൾ 18/13 ആണ് ഉത്തരം. ഇനി നെക്സ്റ്റ് 5/6 = 20/- എന്ന് കൊടുത്തിട്ടുണ്ട്. 5 × എന്ത് ചെയ്തപ്പോഴാണ് 20 കിട്ടിയെന്ന് നോക്കണം. അതായത് 5 × 4 ചെയ്തപ്പോഴാണ് 20 കിട്ടിയത്. സോ താഴെയും അതേപോലെ ഡിനോമിനേറ്ററിലും ×4 ചെയ്ത് നോക്കുക. 6 × 4 24 ആണ്. അപ്പോൾ 20/24 എന്ന് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 45/75 ആണ്. അതിൽ =3/- എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ 45നെ 3 കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സിംപ്ലസ്റ്റ് ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. 45നെ നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കണം. 45 / 15 ചെയ്യുമ്പോഴാണ് 3. അതില്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്താൽ മതി. 15നെ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 15 എന്നാണ് കിട്ടുക. അപ്പോൾ 45 / 15 ചെയ്തപ്പോൾ 3 കിട്ടി. അപ്പോൾ ന്യൂമറേറ്ററിൽ /15 ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്ററിലും /15 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 75 / 15 = 5. അപ്പോൾ 3/5 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം. ഇതും അതേപോലെ ചെയ്യണം. 38നെ /8 ചെയ്ത് നോക്കുക. 8 ചെയ്യുമ്പോൾ 6 /6 ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്. അതേപോലെ ന്യൂമറേറ്ററിലും /6 ചെയ്ത് നോക്കുക. ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7 ആയിരിക്കും ഉത്തരം കിട്ടുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റർ 10, 100 and 1000. ഈ തന്ന ഫ്രാക്ഷൻസിനെ ഡിനോമിനേറ്ററും 10, 100, 1000 ആക്കി മാറ്റണം എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹോംവർക്കാണ്. 1/2 എന്ന് പറയുന്നതിന് ഡിനോമിനേറ്റർ എത്രയാക്കണം? 10 ആക്കി മാറ്റണം. 2 എന്ത് ചെയ്തപ്പോഴാണ് 10 ആയത്? 2 × 5 ചെയ്യുമ്പോഴാണ് 10 ആയത്. അപ്പോൾ മേലെയും അതേപോലെ ×5 ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 5/10 എന്നായിരിക്കും ഉത്തരം. നെക്സ്റ്റ് 1/2നെ ഡിനോമിനേറ്റർ 100 ആവുന്ന രീതിയിൽ എഴുതണം. 2 × എന്ത് ചെയ്യുമ്പോഴാണ് 100 കിട്ടുക? 2 × 50 ചെയ്യുമ്പോഴാണ് 100 കിട്ടുക. അപ്പോൾ ന്യൂമറേറ്ററിനെ അതേപോലെ ×50 ചെയ്യാം. അപ്പോൾ നമുക്ക് 50/100 എന്നാവും. ഇനി 1/2നെ എന്തായി മാറ്റണം? ഡിനോമിനേറ്റർ 1000 ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ×500 ചെയ്യുമ്പോഴാണ് 1000 ആവുക. അപ്പോൾ മേലെയും അതേപോലെ ×500 ചെയ്യാം. അപ്പോൾ നമുക്ക് 500/1000 കിട്ടി. അപ്പോൾ 1/2നെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മാറ്റിയത് എന്ന് പറയാൻ 1/5/10 എന്ന്. പിന്നെ നെക്സ്റ്റ് 50/100, 100 ബേസ് ആയിട്ടുള്ളത്. പിന്നെ 500/1000 എന്നുള്ള രീതിയിൽ 3 എണ്ണമായിട്ട് നമ്മൾ മാറ്റി. ഇനി ബാക്കിയുള്ള 2/5, 3/4, 5/8 ഇത് 3 നിങ്ങൾ ഇതേപോലെ 1000ഉം 10, 100, 1000 ബേസ് ഡിനോമിനേറ്റർ ആയി കിട്ടുന്ന ഫ്രാക്ഷൻസ് ആക്കി മാറ്റുക. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്യാൻ ബി റൈറ്റ് ദ ഫ്രാക്ഷൻസ് 1/3, 2/3 വിത്ത് ഡിനോമിനേറ്റർ 10, 100 and 1000. ഈ 1/3നെയും 2/3നെയും ഡിനോമിനേറ്റർ 10 ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1/3 എന്ന് നമ്മൾ എഴുതുന്നു. അതിൽ ഡിനോമിനേറ്റർ നമ്മൾ 10 ആക്കാൻ 3 × എന്ത് ചെയ്യുമ്പോഴാണ് 10 ആവുക?
കിട്ടില്ല. നമുക്ക് 100ഉം അതുപോലെ ചെയ്യാൻ പറ്റില്ല, 1000ഉം അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 2/3നെയും 1/3നെയും അതുപോലെ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് നമ്മൾ നോ എന്ന് എഴുതേണ്ടി വരും. Okay, next question. Write each of the following pairs of the fractions with the same denominator. ഇതിനെ സെയിം ഡിനോമിനേറ്റർ, ഈ പെയേഴ്സിനെയൊക്കെ സെയിം ഡിനോമിനേറ്റർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒന്ന് കാണിച്ചു തരാം. 1/2ഉം 1/4ഉം ഇത് നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കാൻ സാധിക്കില്ലേ? 1/2 1/4 ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴെ ഭാഗത്തുള്ളതാണ്. ആദ്യം 1/2നെ നമുക്കൊന്നും ചെയ്യേണ്ട, 1/4നെ നമുക്കൊന്നും ചെയ്യേണ്ട. 1/2നെ നമുക്ക് 1/4 ഡിനോമിനേറ്റർ ആക്കാൻ പറ്റും. അതായത് 1/2നെ താഴെയും മേലെയും ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറും? 2/4 ആയി മാറും. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയോ? 2/4ഉം 1/4ഉം ആക്കി. ഏതാണോ വലുത് വലുതിന്റെ രീതിയിലേക്ക് മാറ്റാണ് നല്ലത്. അല്ലെങ്കിൽ 4നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് 2 ആക്കാം, പക്ഷെ മേലത്തുള്ള 1നെ ഡിവൈഡ് ചെയ്ത് 2 ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് വേണ്ട, ഇതിന് നിങ്ങൾ ചെയ്താൽ മതി. 1/2നെ നമുക്ക് ഏറ്റവും വലിയ ഡിനോമിനേറ്ററിലോട്ട് മാറ്റിയാൽ മതി. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കുഴയ്ക്കുന്നതായിരിക്കും. എന്താന്ന് 1/2ഉം 1/3ഉം ആണ്. നമുക്ക് ഒന്നിലോട്ട് മാറ്റാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 1/2 1/3 ആണ്. 1/2നും 1/3നും സെയിം ഡിനോമിനേറ്ററിലാക്കി എഴുതണം. അപ്പൊ നമുക്കൊരു ഐഡിയ ചെയ്യാം. 2 × 3 എത്രയാണ്? 6 ആണ്. നമ്മൾ 2 × 3 6 എന്ന ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്തു, എന്നിട്ട് 6 എന്ന് എഴുതി. ഫസ്റ്റത്തെ ഇൻറ്റു താഴെ ഇൻറ്റു 3 ചെയ്തപ്പോഴല്ലേ 6 കിട്ടിയത്? 2 × 3 ചെയ്യുമ്പോൾ 6 കിട്ടും. അതുപോലെ മേലെയും ഇൻറ്റു 3 ചെയ്യും. അപ്പൊ 3/6 എന്ന് നമുക്ക് 1/2നെ മാറ്റാം. അതുപോലെ 1/3നെ 6ലോട്ട് എങ്ങനെ മാറ്റാം? 3 × 2 ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. അപ്പൊ മേലെയും ന്യൂമറേറ്ററിലും ഇൻറ്റു 2 കൊടുക്കുക. അപ്പൊ 2/6 എന്ന് എഴുതാം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? 3/6ഉം 2/6ഉം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2 × 3 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ 6 എന്നെടുത്ത് എഴുതുകയാണ്. 2 × 3 6 ആക്കിയിട്ട് പിന്നെ നമ്മൾ 6 ആക്കാൻ 2നെ എന്ത് ചെയ്യണം? 3നെ 6 ആക്കാൻ എന്ത് ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലെറ്റ്സ് ജോയിൻ. അതിൽ പറയുന്നത് 2 of 4 equal parts of a circle join together make half a circle. ഒരു ഹാഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 4 ഈക്വൽ പാർട്സിലെ 2 ഈക്വൽ പാർട്സ് ഒരു സർക്കിളിലെ 4 ഈക്വൽ പാർട്സ് ആക്കി അതിൽ 2 ഭാഗങ്ങൾ ചേർത്തി വെച്ചതാണ് ഹാഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ലൈൻ. ഇനി ദാറ്റ് ഈസ് ക്വാർട്ടർ സർക്കിൾ ഈസ് ജോയിൻ വിത്ത് ക്വാർട്ടർ സർക്കിൾ മേക്സ് ഹാഫ് സർക്കിൾ. അതായത് 1/4 എന്ന് പറയുന്നതിനെയാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ക്വാർട്ടർ സർക്കിൾ ഈസ് ജോയിൻ വിത്ത് ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 ക്വാർട്ടർ ചേർന്നതാണ് ഹാഫ് സർക്കിൾ. ദാറ്റ് ഈസ് quarter and quarter make half. We can write this as, അതായത് quarter and quarter make a half. ഇതിൽ ഡൗട്ട് ഒന്നുമില്ല. 1/4 plus 1/4 ആണ് 1/2 എന്ന് പറയുന്നത്. ഇനി what about joining together 2 of the pieces got on dividing a circle in 6 equal parts? അപ്പോൾ എന്തായിരിക്കും 6 equal partsൽ what about joining together 2 of the pieces got on ഡിവൈഡിങ് എ സർക്കിൾ ഇൻ 6 ഈക്വൽസ്. 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 ഈക്വൽ പാർട്സ് ചേർത്ത് വെച്ചാൽ എത്രയായിരിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണെന്ന്. ആദ്യം ഡ്രോ എ സർക്കിൾ ആൻഡ് മാർക്ക് 6 ഈക്വൽ പാർട്സ്. ആദ്യം ഒരു സർക്കിൾ ഡ്രോ ചെയ്ത് അതിൽ 6 ഈക്വൽ പാർട്സ് ആക്കി മാർക്ക് ചെയ്തു. അതിൽ കളർ 1 പാർട്ട്, ഒരു പാർട്ട് മാർക്ക് ചെയ്തു. അത് 1/6 ആണ്. ഇനി കളർ 1 മോർ പാർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ടും കൂടി രണ്ടാമത്തെ സർക്കിളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 1/6 + 1/6 2/6 ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് 2/6 കഴിഞ്ഞു. ഇനി താഴെ ഏറ്റവും ലാസ്റ്റ് 2 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. നൗ 2/6 സർക്കിൾ ഈസ് കളേർഡ്. അത് മനസ്സിലായല്ലോ. 2/6 കളർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2/6 ഈസ് അനദർ ഫോം ഓഫ് 1/3, റൈറ്റ്? അതായത് ഈ 2/6 എന്ന് പറയുന്നത് തന്നെ 1/3യും ഈക്വൽ ആണ് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കൂട്ടി പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് പേജിൽ പറയുന്നത് ദിസ് ഓൾസോ വി ക്യാൻ റൈറ്റ് ആസ് എ സം ഓഫ്. ഇത് എങ്ങനെ നമുക്ക് എഴുതാം? 1/6 + 1/6 = 2/6 എന്ന് നമുക്ക് പഠിച്ചു. ആദ്യത്തെ രണ്ടാമത്തെ സർക്കിളിൽ 1/6 + 1/6 2/6 ആണെന്ന് പറഞ്ഞു. ഈ 2/6 തന്നെയാണ് 1/3. നമുക്കിതിനെ കട്ട് ചെയ്യാം. അതായത് സെയിം ആയിട്ട് വരുന്ന ഫാക്ടർ കൊണ്ട്, കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 1/3 എന്ന് കിട്ടാം. ഫിഗറിൽ തന്നെ വേണമെന്നില്ല. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് സപ്പോസ് വി ജോയിൻ ടുഗെദർ 2 of 8 equal parts of a circle, what fraction of the circle do we get?
അതായത് നമ്മൾ ഒരു സർക്കിളിൽ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഇതേപോലെ 2 പാർട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 2 parts of 8 equal parts means എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ പാർട്സിൽ 2 പാർട്ട് കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ 2/8 ആണ് അല്ലേ. ഈ 2/8 എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ പാർട്ട്. അതായത് 2/8നെ നമ്മൾ വീണ്ടും ചെറുതാക്കുകയാണ്. അപ്പോൾ കോമൺ ഫാക്ടർ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ 1/4നെ നമുക്ക് 1/4 എന്ന് തന്നെ കിട്ടി. 2/8ന് 1/4 എന്ന് തന്നെ കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ദസ് 1/8 + 1/8 എന്ന് പറയുന്നത് 2/8 ആണ്. ഈ 2/8 എന്ന് പറയുന്നത് 1/4 ആണ്. കോമൺ ഫാക്ടറും കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1/4 പാർട്ടാണ്. വി ക്യാൻ ഓൾസോ സീ this by drawing a circle and coloring. ഇതുപോലെ നമുക്ക് നമുക്ക് മനസ്സിലാവും. ഒരു സർക്കിൾ വരച്ചിട്ട് ചെയ്ത് നോക്കാം എന്നാണ് പറയുന്നത്. ഒരു സർക്കിൾ വരച്ചു, അതിൽ 8 പാർട്ട് അതായത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1/8 2 1/8നെ ചേർത്തിട്ട് 2/8 പോർഷൻ അവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ പറയുന്നുണ്ട്, what fraction of a circle do we get on joining together its 1/8 and 3/8? ഏത് ഫ്രാക്ഷൻ ചെയ്തിട്ടാണ് 1/8നെ 3/8ലേക്ക് മാറ്റാൻ പറ്റുക. അതായത് 8 ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് 1 + 3 = 4 പാർട്സ് ആർ ടേക്കൺ. അതായത് 1/8ൻ്റെ കൂടെ 3/8ഉം കൂടി ചേർത്ത് അപ്പോൾ എന്താണ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1/8ൻ്റെ കൂടെ 3/8ഉം കൂടി പ്ലസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 4/8 ആണ്. അതായത് 1 + 3 4 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് 4/8. കാൺ ബി റെഡ്യൂസ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇതുപോലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെയാണ്? 1/8ൻ്റെ കൂടെ 3/8 ആഡ് ചെയ്തപ്പോൾ 4/8 കിട്ടി. ഈ 4/8ൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ 4ഉം കോമൺ ആയിട്ട് വരുന്നുണ്ട്. 4 × 4 1 അല്ലേ. 4 / 4 1 ആണ്. 8 / 4 2 ആണ്. അപ്പോൾ 1/2 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ 4/8 = 1/2. ഇനി നെക്സ്റ്റ് ഡ്രോ എ പിക്ചർ ഓഫ് ദിസ് സം യൂസിങ് പാർട്സ് ഓഫ് എ സർക്കിൾ. ഇതാണ് നമ്മൾ സം യൂസ് ചെയ്ത് ഒരു സർക്കിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. ടേക്ക് എ ലോങ് റിബൺ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 9 ഈക്വൽ പാർട്സ്. ഇതിനെ ഒരു ലോങ് റിബൺ എടുത്തു, അതിനെ 9 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. കളർ 2 ഓഫ് ദ പാർട്സ്. ഇതിനെ 2 പാർട്ട് കളർ ചെയ്തു. അതായത് 1/9ഉം ഇത് 1/9 ആണ്. ആ 2 1/9 ചേർന്നപ്പോൾ എന്തായി? 2/9. ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ അഡീഷനാണ് പഠിച്ചത്. നിങ്ങൾ സാധാ അഡീഷൻ ഫ്രാക്ഷനിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് കളർ 4 more പാർട്സ്. ഇനി ഒരു 4 ഭാഗം കൂടി ഇതാവുകയാണ്. ഇത് നമുക്കറിയാം 2/9 ആണെന്നറിയാം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 4 പാർട്ടും കൂടി കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 പാർട്ട് 1/9 1/9 1/9 1/9. അപ്പോൾ 4 1/9 ഉണ്ട്. അതായത് 4/9. അപ്പോൾ ടോട്ടൽ എത്ര ഭാഗങ്ങളാണ്? നമ്മൾ ഇതിനെ പ്ലസ് ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് മേൽഭാഗത്തുള്ള 2/9നെ 4/9ൻ്റെ കൂടെ പ്ലസ് ചെയ്തപ്പോൾ 6/9 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത പേജാണ്. നമ്മൾ ചെയ്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് 2 + 4 6. അത് മേൽഭാഗത്ത് നമ്മൾ 2ഉം രണ്ടാമത്തെ ഫ്രാക്ഷൻ ചെയ്ത് 4ഉം അല്ലേ. അപ്പോൾ ആ മേൽഭാഗത്തുള്ള മാത്രമേ നമ്മൾ പ്ലസ് ചെയ്തു. 6 പാർട്സ് ആർ കളേർഡ്. ദിസ് ക്യാൻ ബി പുട്ട് ഇറ്റ് ഇൻ ദിസ് വേ. ഫസ്റ്റ് വി കളർ 2/9. ആദ്യം നമ്മൾ 2/9 ആണ് കളർ ചെയ്തത് ഓഫ് ദ റിബൺ. ആൻഡ് ദെൻ 4/9. പിന്നീട് നമ്മൾ കളർ ചെയ്ത് 4/9 ആണ് ഓഫ് ഇറ്റ്. അപ്പോൾ 6/9 ഓഫ് ദ റിബൺ ഈസ് ഓൾ. അപ്പോൾ എല്ലാം കൂടി 6/9 ആണ് ടോട്ടൽ കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷൻ ആണ് പഠിക്കുന്നത്. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എ സം ഓഫ് ഫ്രാക്ഷൻ. സം ഓഫ് ദ ഫ്രാക്ഷൻ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഫ്രാക്ഷനുകളുടെ സം ആണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം 2/9 + 4/9 = 6/9. ഇതിലൊന്നും ഡൗട്ടില്ല. മേൽഭാഗത്തുള്ളത് മാത്രം പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ന്യൂമറേറ്റർ പ്ലസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വി ക്യാൻ റെഡ്യൂസ് 6/9 ടു ലോവസ്റ്റ് ഫോം. 6/9 ഏറ്റവും ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റണം. ഇത് രണ്ടും 3ന്റെ ഫാക്ടേഴ്സിൽ പോവും. 2 × 3 3 × 3 എന്ന് പറയും. 3 × 3 അപ്പോൾ 2/3 ആണ് ആൻസർ വരിക. ഓക്കെ, that is 2/9 plus 4/9 equal to 6/9 which is equal to 2/3 എന്ന് പറയുന്നത് 2/3 ഓട് ഈക്വൽ ആണ്. കണ്ടോ, ഇതാണ് 2/3. ഇതിനെ 3 പാർട്സ് ആക്കി മാറ്റിയിട്ട് അതിൽ 2 ഭാഗം കളർ ചെയ്യണമെങ്കിൽ അതും ഈക്വൽ ആണ്. നെക്സ്റ്റ് ഇത് നോക്കിയാൽ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇത് നോക്കുക, കറക്റ്റായി നോക്കുക. ഹൗ മെനി പാർട്സ് ആർ കളേർഡ് റെഡ്? റെഡിൽ എത്ര പാർട്ടാണ് റെഡ് കളർ ചെയ്തിരിക്കുന്നത് നോക്കാം. 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സിലെ 1 പാർട്ട് മാത്രമേ
റെഡ് കളർ ചെയ്തിട്ടു. ഹൗ മെനി ആർ ഗ്രീൻ? എത്രയാണ്? 1 2 3 4 5 5/8 പാർട്ടിലാണ് മറ്റേ ഗ്രീന് കളർ ചെയ്തിരിക്കുന്നത്. ഇൻ ഓൾ ഹൗ മെനി പാർട്സ് ആർ കളർ? ഇപ്പൊ ടോട്ടലായിട്ട് എത്ര പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്? അതെങ്ങനെയാണ്? 1/8 പ്ലസ് 5/8 ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് മേൽഭാഗത്തുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ചെയ്യാം. 6/8 6/8നെ നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുന്നത് 6/8നെ കോമൺ ഫാക്ടറായ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 3 × 2 ആണ് 6, 4 × 2 ആണ് 8. അപ്പോൾ 2 × 2 കാണുമ്പോൾ 3/4 ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത് 3 അപ്പോൾ 1/4 പാർട്ടാണിത്, ഇത് 3/4 പാർട്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ പഠിച്ചത് അഡീഷൻ ആണ്, ഫ്രാക്ഷൻ്റെ അഡീഷൻ ആണ്. ഇതേപോലെ തന്നെ ഇൻ ഈച്ച് പിക്ചർ ബിലോ റൈറ്റ് ദ ഡിഫറെൻറ്റ് കളേർഡ് പാർട്സ് ആൻഡ് ടോട്ടൽ കളർ പാർട്സ് ആസ് ഫ്രാക്ഷൻ. ടോട്ടൽ കളർ പാർട്സും എത്ര കളർ ചെയ്തിട്ടുണ്ടെന്നും താഴെ എഴുതണം. ഓൾസോ റൈറ്റ് ദ സം ഓഫ് ദ ഫ്രാക്ഷൻ ഗോട്ട് ഫ്രം ദ പിക്ചർ ഇൻ ദ ലോവസ്റ്റ് ഫോം. ഇതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് ആദ്യത്തെ ഒന്ന് ഞാൻ ചെയ്തു തരും, ബാക്കി നിങ്ങൾ 3 എണ്ണം ഹോംവർക്ക് ആക്കി എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ബ്ലൂ കളർ ഉണ്ട്, ഒരു സർക്കിളിൽ ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. അതിൽ ബ്ലൂ കളർ ഏത് പാർട്ടാണ്? ഇതിൽ ടോട്ടൽ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു നോക്കണം. ഇതിൽ ടോട്ടൽ 8 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലൂ പാർട്ട് കളർ ചെയ്തിരിക്കുന്നത് 1 2 3. അപ്പോൾ 3/8 ആണ്, 3/8 ആണ് ബ്ലൂ കളർ. ഇനി ഗ്രീൻ കളർ ഉള്ളത് ഒരു ഭാഗത്തേ ഉള്ളൂ, അപ്പോൾ 1/8 ആണ്. ഇനി അതിനെ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ എന്ന് പറയുന്നത് എന്താ? 3/8 പ്ലസ് 1/8 ആണ്. അപ്പോൾ എന്താവും? 4/8 പാർട്സ് ആണ്. ടോട്ടൽ പാർട്സ് ഈക്വൽ ടു 8. അതായത് 3/8 പ്ലസ് 4/8 ഈക്വൽ ടു എത്രയാണ്? 7 അല്ല 1/8 ആണ്. 1/8 ഈസ് ഈക്വൽ ടു 4/8. ഈ 4/8നെ വീണ്ടും ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ലോവസ്റ്റ് ഫോമിലേക്ക് എന്താ ഈ 4നെ 2 × 2 എന്നാക്കാം, 8നെ 4 × 2 എന്നാക്കാം. ഈ 2 × 2 കട്ടാവും, അപ്പോൾ 2/4 ആണ്. 2/4നെ വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? 1/2 പാർട്ടാക്കി മാറ്റാം. അത് തന്നെയല്ലേ ഇവിടെ 1/2. ബാക്കിയുള്ളതൊക്കെ ഹോംവർക്കാക്കി നോട്ട് ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ ചെയ്യാം.